ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പച്ച മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ പെട്ടെന്ന് കറി വയ്ക്കാം. സിമ്പിളായിട്ട് കറി വയ്ക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് കടുക് ഇടുകയാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കൊച്ചുള്ളി എടുക്കാം. കൊച്ചുള്ളി എടുക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി വരും. അപ്പോൾ കൊച്ചുള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കൊച്ചുള്ളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം, പെട്ടെന്നല്ലേ മൂക്കരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കുന്ന സമയത്ത് നമുക്ക് തക്കാളി വേണം. അപ്പോൾ തക്കാളി ഞാൻ ഒരു അര തക്കാളി ഇടുന്നുള്ളൂ. മീൻ കുറച്ച് ഉള്ളതുകൊണ്ട് അരയിട്ട്, അപ്പോൾ അര തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളി ഇളക്കി നല്ലതുപോലെ വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. പിന്നെ നല്ലതുപോലെ വരണ്ട് വരണം. അപ്പോൾ നമ്മളിതാ പൊടികൾ ചേർക്കാൻ പോവാണ്. ആദ്യം ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അത് കൂടാതെ ഞാൻ എന്ത് ചെയ്യുക, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. കളറിന് വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവെടുക്കുക. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ഇട്ട്, പിന്നെ നമ്മുടെ ഉലുവ, ഇത് നമുക്ക് പൊടിച്ച ഉലുവ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പൊടികളിടുന്ന സമയത്ത് ചേർത്തത്. പച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഈ പേസ്റ്റിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത്തിരി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പുളിയൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പുളി അതിൽ വേണ്ട എന്നുള്ളവർക്ക് അതെടുത്ത് മാറ്റിയിട്ട് ആ പുളി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഞാൻ പുളിയോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വരണം. അപ്പോൾ നല്ല വെട്ടി തിളയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെട്ടി തിളയ്ക്കുന്ന വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീനെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഇത് നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ്സ് നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം നല്ല തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ലതുപോലെ സ്പൂണിട്ട് ഇളക്കിയാൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തപ്പോഴത്തേക്ക് നമ്മളുടെ മീൻകറി ആയിട്ടുണ്ട്.